ജില്ലയിൽ ഗുണ്ടാവേട്ട ശക്തമാക്കി പോലീസ്. രാത്രി പട്രോളിംഗ് സജീവം. ഗുണ്ടകൾ പോലീസിനെ ആക്രമിച്ചാൽ ശക്തമായി നേരിടാൻ തീരുമാനം. വടക്കാഞ്ചേരിയിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട വടിവാൾ വിനീത് പിടിയിൽ. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിലെ പന്നിത്തടം സെന്ററിൽ വീണ്ടും വാഹനാപകടം. KSRTC ബസും ലോറിയും കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽപ്പെട്ട ബസ്സിലെ യാത്രക്കാരോട് KSRTCയുടെ അവഗണന. പകരം ബസ്സിനെ യാത്രക്കാർ കാത്തുനിന്നത് മണിക്കൂറുകൾ. മുരിങ്ങൂരിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാർ കുഴിയിലേക്ക് മറിഞ്ഞു. 2 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചാവക്കാട് തിരുവത്രയിൽ സ്വകാര്യ ബസ് കുഴിയിലേക്ക് ചരിഞ്ഞു. ആർക്കും പരിക്കില്ല. തൃശൂരിൽ നിന്ന് കുന്നംകുളത്തേക്കുള്ള വിവിധ പാതകൾ ഒരേ സമയം പൊളിച്ചിട്ടു. യാത്രാ ദുരിതം പേറി ജനം. ചാവക്കാട് BJP നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കവർച്ചാ കേസിൽ ആരോപണ വിധേയനായ CPM നേതാവിനെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. നമസ്കാരം. വാർത്തകൾ വിശദമായി. ജില്ലയിൽ ഗുണ്ടാവേട്ട സജീവമാക്കി പോലീസ്. ഗുണ്ടകളെ പിടികൂടാൻ ശ്രമിക്കുമ്പോൾ പോലീസിന് നേരെ ആക്രമണമുണ്ടായാൽ ശക്തമായി നേരിടാനാണ് തീരുമാനം. സ്വയരക്ഷയ്ക്ക് ആവശ്യമായാൽ തോക്കുപയോഗിക്കാമെന്നും ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി. മണ്ണുത്തി നെല്ലങ്കരയിൽ കഴിഞ്ഞ ദിവസം കണ്ടത് സാമ്പിൾ മാത്രം. ഗുണ്ടയുടെ പിറന്നാളാഘോഷത്തിന് ഒത്തുകൂടിയവർ തമ്മിൽ തല്ലുകയും പോലീസ് എത്തിയപ്പോൾ മാരകായുധങ്ങളുമായി പോലീസിനെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. പോലീസ് വാഹനങ്ങളും ഇവർ തകർത്തു. കൂടുതൽ പോലീസ് എത്തി കീഴടക്കിയ ഗുണ്ടകളെ പിന്നെ കാണുന്നത് ആശുപത്രി കിടക്കയിലാണ്. കൈകാലുകൾക്ക് പരിക്കേറ്റ നിലയിലാണ് ഇവരെ പോലീസ് ആശുപത്രിയിലാക്കിയത്. ഇതേക്കുറിച്ചുള്ള സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോയുടെ മറുപടിയും ശ്രദ്ധേയമായിരുന്നു. ഗുണ്ടകൾ ഗുണ്ടകളെ പോലെ പ്രവർത്തിച്ചപ്പോൾ പോലീസ് പോലീസിനെ പോലെ പ്രവർത്തിച്ചു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഈ വാക്കുകൾക്ക് വൻ പ്രചാരമാണ് ലഭിച്ചത്. ഇതിനുശേഷമാണ് പോലീസ് ഉന്നതങ്ങളിൽ നിന്ന് നിർദ്ദേശം വന്നത്. ഗുണ്ടകൾ ആയുധങ്ങളുമായി അക്രമാസക്തരായാൽ അവരെ കീഴ്പ്പെടുത്താനും സ്വയരക്ഷയ്ക്കും തോക്ക് ഉപയോഗിക്കാൻ മടിക്കേണ്ട എന്നാണ് നിർദ്ദേശം. നിയമപ്രകാരം തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ തോക്ക് ഉപയോഗിക്കാമെങ്കിലും കേരളത്തിൽ ഈ രീതിയിൽ പോലീസ് ഇടപെടുന്ന പതിവ് കണ്ടിട്ടില്ല. എന്നാൽ ഗുണ്ടകൾ സംഘടിതരായി മാരകായുധങ്ങൾ സഹിതം ക്രമസമാധാന പാലനത്തിന് ഗുരുതര ഭീഷണി ഉയർത്തിയാൽ മറ്റു വഴിയില്ലെങ്കിൽ പോലീസ് ഇനി തോക്കെടുക്കും. ഗുണ്ടകളെ നേരിടുന്നതിന് തൃശൂരിൽ റേഞ്ച് DIGയുടെ നേതൃത്വത്തിൽ രാത്രി പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. ജില്ലാതലത്തിൽ ഒരു DYSPയുടെ നേതൃത്വത്തിലുള്ള ടീമും സബ് ഡിവിഷൻ തലത്തിൽ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു ടീമുമാണ് രംഗത്തുള്ളത്. ഇതിന്റെ ഫലമായാണ് നെല്ലങ്കരയിൽ പോലീസിനെ ആക്രമിച്ച സ്ഥലത്ത് 15 മിനിറ്റിനുള്ളിൽ മറ്റ് പോലീസ് സംഘത്തിന് എത്താനായത്. കാപ്പ നടപടികൾ ശക്തമാക്കാനാണ് മറ്റൊരു തീരുമാനം. കഴിഞ്ഞ 7 മാസത്തിനിടെ 150 ഗുണ്ടകളെയാണ് തൃശൂർ റേഞ്ച് DIG നാടുകടത്തിയത്. SP-യുടെ റിപ്പോർട്ടനുസരിച്ച് കളക്ടർ 110 പേർക്കെതിരെ നടപടിയെടുത്തു. ഇതുകൂടാതെ വാറന്റുള്ളവരുടെയും ഗുണ്ടാപ്പട്ടികയിലുള്ളവരുടെയും വീടുകളിൽ 15 ദിവസം കൂടുമ്പോൾ പരിശോധന നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, തൃശൂർ. വടക്കാഞ്ചേരിയിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട വടിവാൾ വിനീത് പിടിയിൽ. ആലുവ ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നാണ് വിനീത് പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ മാർച്ച് 25-ന് വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കുവാൻ കൊണ്ടുവരുന്നതിനിടയിൽ ട്രെയിനിൽ നിന്നാണ് വിനീതും കൂട്ടുപ്രതി രാഹുൽ രാജും ചാടി രക്ഷപ്പെട്ടത്. വിനീതിനൊപ്പം രക്ഷപ്പെട്ട രാഹുലിനെ അന്ന് തന്നെ പോലീസ് പിടികൂടിയിരുന്നു. വടക്കാഞ്ചേരിയിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച് ആലപ്പുഴയിൽ എത്തിച്ച കേസിലെ പ്രതികളായിരുന്നു വിനീതും രാഹുലും. എന്നാൽ വിനീതിനെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല. തുടർന്ന് അമ്പലപ്പുഴ DYSPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചു. അന്വേഷണം വിപുലപ്പെടുത്തുകയായിരുന്നു. ഇതേ തുടർന്നാണ് ആലുവയിൽ നിന്നും ഇയാൾ പിടിയിലായത്. തുടർന്ന് വടക്കാഞ്ചേരി പോലീസ് ആലപ്പുഴയിലെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഇയാൾക്കെതിരെ മോഷണം അടക്കം നിരവധി കേസുകളാണ് വിവിധ സ്റ്റേഷനുകളിൽ ഉള്ളത്. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിലെ പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം. KSRTC ബസും മത്സ്യം കയറ്റി വന്ന ലോറിയും കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്കേറ്റു. KSRTC ബസ്സിലെ ഡ്രൈവർമാരായ രാജേഷ്, കണ്ടക്ടർ ഷൈജു എബ്രഹാം, ലോറി ഡ്രൈവർ രാധാകൃഷ്ണൻ, ബസ് യാത്രക്കാരായ സജീവ്, സതീഷ്, എൽസൺ, ഷമീർ, ഷീന, ലിജി, ഷിജിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. കോഴിക്കോട് നിന്നും തൃശൂർ വഴി കുമളിയിലേക്ക് പോവുകയായിരുന്നു KSRTC ബസ്. കുന്നംകുളത്ത് നിന്ന് മത്സ്യം കയറ്റി ചെറുതുരുത്തിയിലേക്ക് പോവുകയായിരുന്നു ലോറി. അക്കിക്കാവ് ഭാഗത്തുനിന്ന് വന്ന് പന്നിത്തടം സെന്ററിലേക്ക് പ്രവേശിച്ച ബസ്സിൽ കുന്നംകുളം ഭാഗത്തുനിന്ന് വന്നിരുന്ന ലോറി ഇടിക്കുകയായിരുന്നു. ജംഗ്ഷൻ കട്ട് ചെയ്ത് വരുമ്പോൾ ഈ 2 സ്റ്റോപ്പിംഗ് ഉണ്ട്. ഈ 2 സ്റ്റോപ്പിംഗ് കഴിഞ്ഞ് സ്ലോ ആയിട്ടാണ് വന്നത്. പക്ഷേ ഇപ്പുറത്തുനിന്ന് ലോറി അത്യാവശ്യം സ്പീഡിൽ നിന്ന് വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ബസ് സ്റ്റോപ്പ് ചെയ്ത് വെട്ടിച്ചപ്പോഴാണ് ഈ ലോറി കേടി ഇടിച്ചത്. അവർ ഇടിക്കുക വിൻഡോ പൊടിച്ച് താഴെ വീണെന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു.
ബസിന്റെ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്താണ് ലോറി ഇടിച്ചത്. ഡ്രൈവർ ബസ്സിൽ നിന്നും റോഡിലേക്ക് തെറിച്ചു വീണു. ഇടിയെ തുടർന്ന് നിയന്ത്രണം വിട്ട് വടക്കാഞ്ചേരി ഭാഗത്തേക്ക് നീങ്ങിയ ബസ്സും ലോറിയും റോഡരികിലെ കടകളുടെ മുൻവശത്തെ ഇടിച്ചു നിന്നു. 2 വാഹനങ്ങളുടെ മുൻവശം പൂർണ്ണമായും തകർന്നു. പരിക്കേറ്റവരെ ആദ്യം കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് ഗുരുതരമായി പരിക്കേറ്റ ബസ് ഡ്രൈവറെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും സാരമായി പരിക്കേറ്റ 2 യാത്രക്കാരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. പന്നിത്തടം സ്വദേശി ഷാഹിദിന്റെ കടകൾക്കാണ് വാഹനങ്ങൾ ഇടിച്ചു കയറി കേടുപാടുകൾ സംഭവിച്ചത്. ബൈപ്പാസ് റോഡ് നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം 8ാമത്തെ അപകടമാണ് പന്നിത്തടം സെന്ററിൽ നടക്കുന്നത്. TCV ന്യൂസ്, എരുമപ്പെട്ടി. പന്നിത്തടത്ത് അപകടത്തിൽപ്പെട്ട ബസ്സിലെ യാത്രക്കാരോട് KSRTCയുടെ അവഗണന. പകരം ബസ്സിന് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ യാത്രക്കാർ മണിക്കൂറുകളോളം കാത്തുനിന്നു. അപകടത്തെ തുടർന്ന് ബസ്സിലെ യാത്രക്കാർ ടിക്കറ്റ് നൽകിയ KSRTC ഡിപ്പോയിലേക്ക് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ പ്രതികരണം പോലും ലഭിച്ചില്ലെന്നാണ് പരാതി. പിന്നീട് മറ്റൊരു ഡിപ്പോയിലേക്ക് വിളിച്ചതിനെ തുടർന്നാണ് സഹായം ലഭിച്ചത്. 3 മണിക്കൂർ കഴിഞ്ഞാണ് പകരം ബസ് എത്തിയത്. അതുവരെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ റോഡിൽ കാത്തുനിൽക്കേണ്ട സാഹചര്യമുണ്ടായി. റിസർവേഷൻ സമയത്ത് ഡിപ്പോയിൽ നിന്ന് നൽകിയ നമ്പറിലേക്കായിരുന്നു സഹായത്തിനായി യാത്രക്കാർ വിളിച്ചത്. എന്നാൽ ഫോൺ എടുക്കാത്ത അവസ്ഥയായിരുന്നു എന്ന് യാത്രക്കാർ പറഞ്ഞു. 24 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് ബസ് വരുന്നതിന് അരമണിക്കൂർ മുമ്പ് ടിപ്പോയിന് നമുക്ക് വന്നേക്കുന്ന ഇതിനകത്തുള്ള നമ്പറാണ്. അതിനകത്ത് നമ്മളോട് വിളിച്ചിട്ട് ഇതാ പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ ബസ് വരുന്ന വഴിക്ക് നിന്നിട്ട് ഇതിന് ഹെഡ്ലൈറ്റ് ഇല്ലാഞ്ഞിട്ട് അവിടുന്ന് ഫീസ് എല്ലാം മാറ്റി കുത്തി വന്ന ബസ്സാണ്. വളരെ നല്ല ഡ്രൈവറാട്ടോ അയാള്. ഡ്രൈവർ നല്ല ജീവൻ കിട്ടിയിരിക്കും അവർ രണ്ടുപേരും. അപകടം നടന്ന അരമണിക്കൂറിന് ശേഷം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ഒരു പ്രതികരണവും ലഭിച്ചില്ല. പിന്നീട് കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് തൃശൂർ ഡിപ്പോ നമ്പർ ലഭിക്കുകയും ഇവിടെ ബന്ധപ്പെട്ടപ്പോഴാണ് ഗുരുവായൂർ ഡിപ്പോയിൽ നിന്ന് ബസ് അയച്ചത്. 3 മണിക്കൂറിന് ശേഷം ഗുരുവായൂർ ഡിപ്പോയിൽ നിന്നും KSRTC എത്തി പരുക്കേൽക്കാത്ത യാത്രക്കാരുമായി കുമളിയിലേക്ക് യാത്ര തിരിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി. പന്നിത്തടത്തുണ്ടായ വാഹനാപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായി ഫോട്ടോഗ്രാഫർ സന്യ. അപകട സമയം സെന്ററിലുള്ള തന്റെ സ്റ്റുഡിയോയിൽ ഫോട്ടോ ആൽബം തയ്യാറാക്കുകയായിരുന്നു സന്യ. വലിയ ശബ്ദവും നിലവിളിയും കേട്ടാണ് ഓടിയെത്തിയത്. ഉടൻ തന്നെ നാട്ടുകാരെ വിളിച്ചുകൂട്ടുകയും പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. നമ്മൾ സ്റ്റുഡിയോയിലായിരുന്നു. അപ്പോൾ ഇവിടെ ശബ്ദം കേട്ടിട്ടാണ് നമ്മൾ ഓടി വന്ന് നോക്കണത്. അപ്പോൾ KSRTC മീൻ വണ്ടിയാണ് തമ്മിൽ ഇടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ യാത്രക്കാർ പറഞ്ഞു മീൻ വണ്ടിയിലെ ഡ്രൈവർ ചില്ല് അണ്ടിത്തെറിച്ച് വീണു എന്ന് പറഞ്ഞു. പുറത്തേക്ക് KSRTC ഡ്രൈവർ പുറത്തേക്ക് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ചെന്ന് നോക്കിയപ്പോൾ ദേശീയപാത മുരിങ്ങൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കുഴിയിലേക്ക് മറിഞ്ഞു. 2 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗത്തെ 20 അടിയോളം താഴ്ചയുള്ള വലിയ കുഴിയിലേക്കാണ് നാനോ കാർ വീണത്. തിരുവനന്തപുരത്ത് നിന്നും പുതിയ കാർ വാങ്ങി തൃശൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ ഹാരിസിന്റെ 80 വയസ്സുള്ള പിതാവ് വത്സൻ, ഡ്രൈവർ മനു എന്നിവരാണ് പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടത്. മുന്നിൽ പോയിരുന്ന വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ മനു കാർ വെട്ടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം തെറ്റുകയായിരുന്നു. ഒരു തവണ തലകീഴായി മറിഞ്ഞ ശേഷമാണ് വെള്ളക്കെട്ടിലേക്ക് പതിച്ചത്. അകത്തു കുടുങ്ങിയ ഇവർ എമർജൻസി ഡോർ തുറന്നാണ് കാറിൽ നിന്നും പുറത്തു കടന്നത്. വിവരമറിഞ്ഞെത്തിയ കൊരട്ടി പോലീസ് ഇരുവരെയും മുകളിലേക്ക് കയറ്റി. TCV ന്യൂസ്, ചാലക്കുടി. ചാവക്കാട് ദേശീയപാതയിലെ തിരുവത്ര അത്താണിയിൽ സ്വകാര്യ ബസ് സർവീസ് റോഡിന്റെ കാനയുടെ വശത്തെ കുഴിയിലേക്ക് ചരിഞ്ഞു. പൊന്നാനിയിൽ നിന്ന് ചാവക്കാട്ടേക്ക് വന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മറ്റൊരു വാഹനത്തിനെ മറികടക്കുന്നതിനിടയിൽ കാനയുടെ വശത്തേക്ക് ചരിയുകയായിരുന്നു. ബസ്സിൽ നിരവധി യാത്രക്കാർ ഉണ്ടായിരുന്നു. ആർക്കും പരിക്കില്ല. മൂന്നുപീടിക ദേശീയപാതയിൽ തൊമ്മാന പാടത്തിന് സമീപം ബൈക്ക് കുഴിയിൽ വീണ് യുവാവിന് ഗുരുതര പരിക്കേറ്റു. ഇരിങ്ങാലക്കുട സ്വദേശി തൃശൂർക്കാരൻ വീട്ടിൽ നൌഫലിനാണ് പരിക്കേറ്റത്. BSNL കേബിളിനായി കുഴിച്ച കുഴിയിൽ വീണാണ് യുവാവിന് പരിക്കേറ്റത്. ചാലക്കുടി മാർക്കറ്റിൽ ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. താടിയലിന് ഗുരുതരമായി പരിക്കേറ്റ നൌഫലിനെ ശസ്ത്രക്രിയയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂരിൽ നിന്ന് കുന്നംകുളത്തേക്കുള്ള വിവിധ പാതകൾ ഒരേ സമയം പൊളിച്ചിട്ടു. യാത്രാ ദുരിതം പേറി ജനം. ഇത് പൂങ്കുന്നം ജംഗ്ഷൻ. പൂങ്കുന്നം വഴി കുന്നംകുളത്തേക്ക് വാഹനങ്ങൾ തിരിച്ചുവിടുന്ന റോഡ് അടച്ചു കെട്ടിയിട്ട് മാസങ്ങളായി. പകരം വാഹനങ്ങൾ തിരിച്ചുവിടുന്നത് അയ്യന്തോൾ വഴി പുഴയ്ക്കലിലേക്ക്. പടിഞ്ഞാറേക്കോട്ട ജംഗ്ഷനിലെ തകർന്ന റോഡും കുരുക്കും പിന്നിട്ട് വേണം മുന്നോട്ടു പോകാൻ. പടിഞ്ഞാറേക്കോട്ടയിൽ കുട്ടികളടക്കമുള്ളവർ റോഡ് മുറിച്ചു കടക്കാൻ കഷ്ടപ്പെടുന്നത് കാണാം. അയ്യന്തോളിലും ഗതാഗതക്കുരുക്കുണ്ട്.
ഇതിനിടയിൽ വഴിതെറ്റിച്ചും ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചും അപകടകരമായ രീതിയിൽ മുന്നോട്ടു പോകുന്ന സ്വകാര്യ ബസ്സുകളും ഇതെല്ലാം കടന്ന് പുഴയ്ക്കലെത്തിയാൽ വൻ കുരുക്കാണ്. ഇതാണ് പുഴയ്ക്കലിലെ അവസ്ഥ. ഒരു ഭാഗത്തെ റോഡാണ് ഈ കാണുന്നത്, മറുഭാഗത്തെ കുരുക്ക് കിലോമീറ്ററുകളോളം നീളുന്നു. ഒരു വട്ടം ഈ വഴി വന്നവർ വീണ്ടും ഒരിക്കൽ കൂടി ഇതുവഴി വരാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. പുഴയ്ക്കലിലെ കുരുക്കുപാത ഒഴിവാക്കാൻ വിയ്യൂർ കൊട്ടേക്കാട് വഴി തിരിയാം. കുറച്ച് മുന്നോട്ട് പോയാൽ വഴി തിരിഞ്ഞു പോവുകയെന്ന ആദ്യ ബോർഡ് കാണാം. ആട്ടോർ സെന്ററിലെത്തിയാൽ അവിടെയും വഴി തിരിച്ചുവിടൽ. കുറ്റൂർ പള്ളി വഴി മുന്നോട്ട് പോകാമെന്ന് വെച്ചാൽ അവിടെയും തടസ്സം. വിയ്യൂരിൽ നിന്ന് കൊട്ടേക്കാട് വഴി തിരിഞ്ഞു പോകാനായി വരുമ്പോൾ കുറ്റൂരിൽ വീണ്ടും കുരുക്ക്. കലുങ്ക് നിർമ്മാണത്തിനായി റോഡ് മുഴുവൻ അടച്ചുകെട്ടിയിരിക്കുകയാണ്. ഇനി മറ്റൊരു വഴി കുറ്റൂർ ചാമക്കാട് റോഡാണ്. എല്ലാ റോഡുകളിലും കുരുക്കും നിർമ്മാണ പ്രവർത്തനങ്ങളുമാകുമ്പോൾ കുറേ യാത്രക്കാർ ആശ്രയിച്ചിരുന്ന റോഡാണ് കുറ്റൂർ ചാമക്കാട് റോഡ്. ഈ റോഡിലൂടെ വന്നാൽ അമലിയിലേക്കോ പേരാമംഗലത്തേക്കോ എത്താനാകും. എന്നാൽ അവിടെയും റോഡ് കുറുകെ പൊളിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഇനി കൊട്ടേക്കാട് കോളങ്ങാട്ടുകര കൂടിയാണ് മറ്റൊരു വഴി. ഭൂരിഭാഗം വാഹനങ്ങളും ഇപ്പോൾ ഇതുവഴിയാണ് പോകുന്നത്. പക്ഷേ ഇവിടെയും ബോർഡുണ്ട്. ഇനി കൊട്ടേക്കാട് കോളങ്ങാട്ടുകര വഴി മുണ്ടൂരിലേക്ക് കടക്കാമെന്ന് വെച്ചാൽ കോളങ്ങാട്ടുകരയിലെ പാലം നിർമ്മാണം മാസങ്ങളായി തുടരുകയാണ്. ഇവിടെ കുരുക്ക് സദാ പതിവാണ്. ഏതെങ്കിലും മാർഗത്തിലൂടെ കുന്നംകുളം ഭാഗത്തേക്ക് യാത്രക്കാർ എത്തിച്ചേരണമെങ്കിൽ ഒരുപാട് ത്യാഗം സഹിക്കണം. ഇനി ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അധികൃതരോടും ഉദ്യോഗസ്ഥരോടും TCBയുടെ ഒരു ചോദ്യം. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരും അധികൃതരുമെല്ലാം നമ്മുടെ നാട്ടിലുള്ളവരാണ്. ആരും മറ്റ് സംസ്ഥാനങ്ങൾ വന്ന് ചെയ്യുന്നവരല്ല. ഇങ്ങനെ ഒരേ വഴിക്കുള്ള പല പാതകൾ ഒരേ സമയം പൊളിച്ചിട്ട് ജനങ്ങളെ പാമ്പും കോണിയും കളിപ്പിച്ച് ദുരിതത്തിലാക്കിയിട്ട് എന്ത് നേടുന്നു? TCBക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം മുകേഷ് ലാൽ. ചാവക്കാട് BJP നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കവർച്ചാ കേസിൽ ആരോപണ വിധേയനായ CPM നേതാവിനെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് സബ് ജയിലിന് മുന്നിൽ ബാരിക്കേഡ് തീർത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ വിപിൻ കുടിയേടത്ത് ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ ദയാനന്ദൻ മാമ്പുള്ളി, വർഷ മണികണ്ഠൻ, ഗണേഷ് ശിവജി, പ്രതീഷ് ഐനപ്പുള്ളി, വിനീത് കുറുപ്പേരി, വിനോദ് പുഞ്ഞ, സുവിൻ വേലായുധൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പാലയൂർ തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ തോമാസ് ലീഹയുടെ ദുഃഖാന ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രം. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ വിവിധ ചടങ്ങുകളിൽ സംബന്ധിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിൻ പാണേങ്ങാടന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിയോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. തുടർന്ന് ലതീഞ്ഞ്, നൊവേന, പ്രദക്ഷിണം എന്നിവ നടന്നു. ജൂലൈ 12, 13 തീയതികളിൽ നടത്തുന്ന തർപ്പണ തിരുനാളിന്റെ കൊടിയേറ്റം മെൽബൺ രൂപതാ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ നിർവഹിച്ചു. ദിവ്യബലിക്ക് ശേഷം പാലയൂർ ഫൊറോന യൂത്ത് CLC സംഘടന അവതരിപ്പിച്ച മെഗാ മാർഗംകളി അരങ്ങേറി. ഫാദർ മൈക്കൽ ഡെപ്സിക് മുഖ്യ കാർമ്മികത്വം വഹിച്ച ബദിരർക്കുള്ള ദിവ്യബലിയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്റർനാഷണൽ ഡെഫ് കമ്മ്യൂണിറ്റി അംഗങ്ങൾ പങ്കെടുത്തു. ഏകദേശം 1,00,000-നടുത്ത് ഭക്തജനങ്ങൾ വിശുദ്ധ തോമാസ് ലീഹയുടെ അനുഗ്രഹത്തിനായും നേർച്ചകൂട്ടിനായും എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്ക് നേർച്ചകൂട്ടും നേർച്ച പായസവും പാർസലായി കൊണ്ടുപോകാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. TCB ന്യൂസ്, ചാവക്കാട്. കൊടുങ്ങല്ലൂർ സെന്റ് മേരീസ് ദേവാലയത്തിൽ ദുഃഖാന തിരുനാൾ ആഘോഷിച്ചു. ഫാദർ ജോസഫ് മാളികങ്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സാജു ചിറയത്ത് തിരുനാൾ സന്ദേശം നൽകി. തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി പ്രദക്ഷിണം, ഊട്ടുസദ്യ എന്നിവയും നടന്നു. വികാരി ഫാദർ ജോയി പെരേപ്പാടൻ, കൈക്കാരന്മാരായ തോമസ് ചാക്കോള, വർഗീസ് വടക്കൻ, ലാലു ചെറിയാലത്ത് എന്നിവർ നേതൃത്വം നൽകി. ഏനമാങ്കൽ പരിശുദ്ധ കർമ്മല മാതാ പള്ളിയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെന്റ് തോമസ് ദിനം ആചരിച്ചു. യൂണിറ്റ് ഡയറക്ടറും വികാരിയുമായ ഫാദർ ജെയ്സൺ തെക്കുംപുറം പതാകയുയർത്തി. യൂണിറ്റ് പ്രസിഡന്റ് ബിജോയ് പെരുമാട്ടിൽ അധ്യക്ഷനായിരുന്നു. ജേക്കബ് തോലത്ത്, പ്രിൻസ് പുലിക്കോട്ടിൽ, ദിമിൻ പെരുമാട്ടിൽ, CK ആന്റണി, CM പോൾസൺ തുടങ്ങിയവർ സംസാരിച്ചു.
ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ ദുക്രാന തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ ദിവ്യബലിക്ക് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കത്തീഡ്രൽ വികാരി ഫാദർ ലാസ്റ്റൻ കുറ്റിക്കാടൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി നമ്പളം തുടങ്ങിയവർ സഹകാർമ്മികരായിരുന്നു. 25,000 പേർക്കുള്ള ഭക്ഷണമാണ് നേർച്ചയുടെ ഭാഗമായി ഒരുക്കിയിരുന്നത്. ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ ദുക്രാന തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലി, ലത്തീന്, നൊവേന എന്നിവ നടന്നു. തുടർന്ന് ദേവാലയ മുറ്റത്ത് മാർഗംകളി അവതരിപ്പിച്ചു. വികാരി ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിലെ ദുക്രാന തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോർജ് തേർമടം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് വചന സന്ദേശം നൽകി. ഫാദർ റിദിൻ ചിച്ചിലപ്പള്ളി സഹകാർമ്മികത്വം വഹിച്ചു. തിരുനാൾ പ്രദക്ഷിണത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വികാരി ഫാദർ ജോജു പനക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ റെജി തോമസ്, കൈക്കാരന്മാരായ ഷോയ് മാളിയങ്കൽ, സണ്ണി മാളിയങ്കൽ, ഷാജി തട്ടിൽ, സന്തോഷ് ആട്ടോക്കാരൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തിപ്പിലശ്ശേരിയിൽ വീടിന്റെ ചുമർ തകർന്നു വീണു. ഉറങ്ങിക്കിടന്ന യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തിപ്പിലശ്ശേരി ആരോഗ്യ കേന്ദ്രത്തിന് സമീപം താമസിക്കുന്ന കരിമ്പനക്കൽ രഞ്ജിത്തിന്റെ വീടിന്റെ ഒരു വശത്തെ ചുമരാണ് മഴയിൽ തകർന്നത്. പുറത്തെ മുറിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന സുഹൃത്ത് അജിത് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. രഞ്ജിത്തും ഭാര്യയും കുട്ടികളും അകത്തുള്ള മുറിയിലാണ് ഉറങ്ങിയിരുന്നത്. വലിയ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് അജിത് കിടന്നിരുന്ന മുറിയുടെ ചുമർ തകർന്നു വീണത് കണ്ടത്. നിർധന കുടുംബമായ രഞ്ജിത്തും സുഹൃത്തും നിർമ്മാണ തൊഴിലാളികളാണ്. വിവരമറിഞ്ഞ് വാർഡ് മെമ്പറും വില്ലേജ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. അപകടാവസ്ഥയിലുള്ള വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകി. KLDC തോടുകളിലെ ചണ്ടിയും കുളവാഴയും മൂലം ചേർപ്പ് പഞ്ചായത്തിലെ 13-16 വാർഡുകളിലെ ജനങ്ങൾ നേരിടുന്ന ദുരിതം പരിഹരിക്കണമെന്ന് എട്ടുമന ഇല്ലിങ്കൽ ഇറിഗേഷൻ ബണ്ട് സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. ഇക്കാര്യം ഉന്നയിച്ച് സമിതി പ്രവർത്തകർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകി. കഴിഞ്ഞ 21 ദിവസമായി പ്രദേശത്തുള്ളവർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. എത്രയും വേഗം മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സമിതി ചെയർമാൻ KR സിദ്ധാർത്ഥന്റെ നേതൃത്വത്തിൽ നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു. കാട്ടൂർ പൊന്നനം മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ ചില കമ്പനികളുടെ പ്രവർത്തനം മൂലം പ്രദേശത്തെ കിണറുകളിലെ വെള്ളം മലിനമാകുന്നതിൽ പ്രതിഷേധിച്ച് പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കാട്ടൂർ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ കീർത്തി ഇൻഡസ്ട്രിയൽസ്, റെയിൻബോ എന്റർപ്രൈസ് എന്നീ കമ്പനികളിൽ നിന്ന് പുറന്തള്ളുന്ന രാസമാലിന്യങ്ങൾ നിറഞ്ഞ വെള്ളം ചുറ്റുവട്ടത്തെ കിണറുകളെ മലിനമാക്കിയെന്നാണ് ആരോപിച്ചാണ് പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. ഞായറാഴ്ച കമ്പനി പരിസരത്ത് മനുഷ്യച്ചങ്ങലയും MP ഹാളിൽ പൊതുയോഗവും നടത്തും. പൊതുയോഗം മനുഷ്യാവകാശ പരിസ്ഥിതി പ്രവർത്തകനായ അഡ്വക്കേറ്റ് PA പൗരൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 7-ാം തീയതി മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങുമെന്നും സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു. സമരസമിതി പ്രസിഡന്റ് അരുൺ വൻപറമ്പിൽ, കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് അംഗം മോളി പിയൂസ്, TT വിൻസെന്റ്, MJ ഷാജി, ജോയ് തോമസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കനത്ത മഴയിൽ ചെങ്ങാലൂർ 2-ാം കല്ലിൽ തൊഴുത്ത് തകർന്ന് പശു ചത്തു. ഒരു പശുവിന് പരിക്കേറ്റു. മഞ്ഞളി ജോസിന്റെ തൊഴുത്താണ് ഇടിഞ്ഞു വീണത്. കോൺക്രീറ്റ് മേൽക്കൂര തകർന്ന് പശുക്കളുടെ ദേഹത്ത് പതിക്കുകയായിരുന്നു. കറവിനായി ജോസ് എത്തിയപ്പോഴാണ് തൊഴുത്ത് തകർന്ന് കിടക്കുന്നത് കണ്ടത്. തുടർന്ന് നാട്ടുകാരും പുതുക്കാട് ഫയർഫോഴ്സും 2 മണിക്കൂറോളം പരിശ്രമിച്ചാണ് പശുക്കളെ പുറത്തെടുത്തത്. കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ടിൽ മുങ്ങിയ കിഴൂർ കാക്കാതുരുത്ത് പ്രദേശം AC മൊയ്തീൻ MLA സന്ദർശിച്ചു. റോഡ് ഉയർത്തിപ്പണിത് വെള്ളക്കെട്ട് പൂർണ്ണമായി ഒഴിവാക്കുന്നതിനുള്ള നടപടി അടുത്ത വർഷത്തിന് മുൻപായി സ്വീകരിക്കുമെന്നും MLA അറിയിച്ചു. 30ഓളം കുടുംബങ്ങളാണ് കിഴൂർ കാക്കാതുരുത്തിൽ താമസിക്കുന്നത്. ഈ വർഷം മഴ ശക്തമായതോടെ തുരുത്ത് വെള്ളത്തിൽ മുങ്ങിയിരുന്നു. ഇവിടേക്കുള്ള
ഇവിടേക്കുള്ള റോഡ് വെള്ളം നിറഞ്ഞ് യാത്ര പൂർണ്ണമായും നിലച്ചു. പ്രദേശത്തെ 30ഓളം കുടുംബങ്ങളിൽ പലരും വെള്ളപ്പൊക്ക ഭീഷണി കാരണം ബന്ധുവീടുകളിലേക്ക് താമസം മാറി. മറ്റത്തൂർ പഞ്ചായത്തിന്റെ ഭരണസിരാ കേന്ദ്രമായ മൂന്നുമുറിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ല. യാത്രക്കാർ ദുരിതത്തിൽ. ജില്ലയിൽ ജനസംഖ്യയിലും വിസ്തൃതിയിലും മുന്നിലുള്ള പഞ്ചായത്തായ മറ്റത്തൂരിന്റെ ഭരണസിരാ കേന്ദ്രമായ മൂന്നുമുറിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ദിവസേന നൂറുകണക്കിന് ആളുകൾ വന്നുപോകുന്ന ഇവിടെ മഴയും വെയിലുമേറ്റാണ് യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നത്. മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസ്, മറ്റത്തൂർ വില്ലേജ്, കൃഷിഭവൻ, അതുപോലെ വ്യാപാര സ്ഥാപനങ്ങൾ, 2 സ്കൂളുകളുണ്ട്, 2 അമ്പലം. ഇത്രയും തിരക്കേറിയ ഒരു ഏരിയയാണ് 3 സെന്റർ. അവിടെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം വേണമെന്ന് പലവട്ടമായിട്ട് പലരും ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്. മഴ വന്നാൽ മഴ നനഞ്ഞ് തന്നെ നിൽക്കണം, വെയിലാണെങ്കിൽ വെയിൽ തന്നെ നിൽക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ 300 സെന്ററിലുള്ളത്. ഈ സെന്ററിൽ നിന്നും കൊടകര ഭാഗത്തേക്കും വെള്ളിക്കുളങ്ങര ഭാഗത്തേക്കും 2 ബസ് കാത്തിരിപ്പ് കേന്ദ്രം അത്യാവശ്യമാണ്. പക്ഷേ അധികാരികൾ അതിന് വേണ്ട സ്ഥലം കണ്ടെത്തി അതൊന്ന് നടപ്പിലാക്കി തരണമെന്നാണ് ഇവിടെയുള്ള നാട്ടുകാരുടെ ആവശ്യം. 30ലേറെ ബസ്സുകൾ സർവീസ് നടത്തുന്ന കൊടകര വെള്ളിക്കുളങ്ങര റൂട്ടിലാണ് മൂന്നുമുറിയുള്ളത്. ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, കൃഷിഭവൻ എന്നീ സ്ഥാപനങ്ങൾക്ക് പുറമെ ദേശസാൽകൃത ബാങ്ക്, ശ്രീകൃഷ്ണ ഹൈസ്കൂൾ, സെന്റ് ജോസഫ് UP സ്കൂൾ, ദേവാലയം, ക്ഷേത്രങ്ങൾ എന്നിവയും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ലാത്തതിനാൽ ഇവിടെ വന്നുപോകുന്നവരും വിദ്യാർത്ഥികളും വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിലാണ് ബസ് കാത്തു നിൽക്കുന്നത്. ആവശ്യമായ സ്ഥലം കണ്ടെത്തി ജനപങ്കാളിത്തത്തോടെ ഇരിപ്പിടങ്ങളോടുകൂടിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിച്ചാൽ യാത്രക്കാരുടെ ദുരിതത്തിന് പരിഹാരം കാണാനാകും. പഞ്ചായത്ത് അധികൃതർ ഇതിനാവശ്യമായ നടപടി കൈക്കൊള്ളണമെന്നാണ് ആവശ്യം. TCV ന്യൂസ്, കൊടകര. ചാമക്കാലയിലെ ആശ്വാസ കേന്ദ്രത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് വാസയോഗ്യമാക്കണമെന്ന് ചാമക്കാല ശാഖ മുസ്ലിം ലീഗ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി CA അബ്ദുൾ ജലീൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ശാഖ പ്രസിഡന്റ് PK ഹംസ അധ്യക്ഷത വഹിച്ചു. മൻസൂർ അത്താറത്തറ, PA മൊയ്തു, നിയോജക മണ്ഡലം സെക്രട്ടറി സലീം പുറക്കുളം, TA ഫഗത്, EK മുഹമ്മദ്, വാർഡ് മെമ്പർ KS അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന താളിയോല ഗ്രന്ഥങ്ങളെ പുനർജീവിപ്പിക്കുകയാണ് തൃശൂർ ബ്രഹ്മസ്വം മഠത്തിലെ കേരള മാന്യൂസ്ക്രിപ്റ്റഡ് പ്രിസർവേഷൻ സെന്റർ. ഗ്രന്ഥങ്ങളുടെ ഡിജിറ്റൽ രൂപം തയ്യാറാക്കി സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. വേദങ്ങൾ, സാഹിത്യം, ആയുർവേദം, കാവ്യങ്ങൾ, തന്ത്രശാസ്ത്രം തുടങ്ങി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള താളിയോല ഗ്രന്ഥങ്ങളെ സംരക്ഷിച്ച് വരും തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കുകയാണിവിടെ. പോണ്ടിച്ചേരി ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും തൃശൂർ ബ്രഹ്മസമഠവും ചേർന്നാണ് ഇത്തരമൊരു പദ്ധതി ആരംഭിച്ചത്. വർഷങ്ങൾ പഴക്കമുള്ള താളിയോല ഗ്രന്ഥങ്ങളെ നാശത്തിന് വിധേയമാക്കാതെ ഡിജിറ്റലൈസ് ചെയ്ത് പരിരക്ഷിക്കുക എന്നതാണ് പ്രധാന ദൗത്യം. ആദ്യഘട്ടത്തിൽ ബ്രഹ്മസമഠത്തിലെ തന്നെ താളിയോല ഗ്രന്ഥങ്ങളെയാണ് ഡിജിറ്റലൈസേഷന് വിധേയമാക്കിയത്. ഏകദേശം 800ഓളം താളിയോല ഗ്രന്ഥങ്ങളെ ഡിജിറ്റൽ രൂപത്തിൽ മാറ്റിയെടുത്തിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിൽ ക്ഷേത്രങ്ങളിലെയും സാഹിത്യ അക്കാദമി, കലാമണ്ഡലം തുടങ്ങിയ സ്ഥാപനങ്ങളിലെയും സ്വകാര്യ വ്യക്തികളുടെയും പക്കലുള്ള ഗ്രന്ഥങ്ങളെ ഡിജിറ്റലൈസ് ചെയ്ത് സംരക്ഷിക്കാനാണ് ലക്ഷ്യം. അതിനായി ഡിജിറ്റൽ റിസർവേഷൻ ഓഫ് കേരള ആർക്കൈവ്സ് എന്ന പേരിൽ പുതിയ പ്രൊജക്റ്റും ആരംഭിച്ചിട്ടുണ്ട്. താളിയോലകൾ ആദ്യം കാറ്റലോഗ് ചെയ്യുക, പിന്നെ ഡിജിറ്റൈസ് ചെയ്യുക, പ്രിസർവ് ചെയ്യുക എന്നൊരു പ്രൊജക്റ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഞങ്ങൾ ബ്രഹ്മസമഠത്തിലെ തന്നെ ശേഖരണത്തിൽ നിന്ന് 800ഓളം മാനുസ്ക്രിപ്റ്റുകൾ ഡിജിറ്റൈസിങ്ങും കാറ്റലോഗിങ്ങും പ്രിസർവിങ്ങും ചെയ്ത് കഴിഞ്ഞു. അത് ഓൺലൈൻ ആക്സസിബിൾ ആണ്. അതിനോടനുബന്ധമായിട്ട് കേരള പ്രിസർവേഷൻ മാനുസ്ക്രിപ്റ്റ് സെൻറ്റർ എന്ന രീതിയിൽ പുതിയ പദ്ധതി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിൽ ഞങ്ങൾ ഒരു 7 പേര് പ്രവർത്തിക്കുന്നുണ്ട്. സ്വകാര്യ വ്യക്തികളിൽ നിന്നും ശേഖരിക്കുന്ന താളിയോല ഗ്രന്ഥങ്ങളെ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനോടൊപ്പം പഴയ ഗ്രന്ഥങ്ങൾ വൃത്തിയാക്കി പുൽത്തൈലം പുരട്ടി ഉണക്കി നമ്പർ പ്രകാരം അടുക്കിവെച്ച് പുതുമയോടെ വ്യക്തികൾക്ക് തന്നെ കൈമാറുന്നു. ഒപ്പം അതിന്റെ ഡിജിറ്റൽ രൂപം ലൈബ്രറി സൂക്ഷിക്കുന്നു. തൃശ്ശൂർ ബ്രഹ്മസമഠത്തിൻ്റെ കീഴിലുള്ള വേദിക് റിസർച്ച് സെൻറ്ററിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ താളിയോലകളുടെ റിസർച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. പോണ്ടിച്ചേരിയിലുള്ള ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായ EFEO പോണ്ടിച്ചേരിയുമായി സഹകരിച്ചിട്ടാണ് തൃശ്ശൂർ ബ്രഹ്മസമഠം ഈ പദ്ധതിക്ക് രൂപകൽപ്പന കൊടുത്തിരിക്കുന്നത്.
ഇപ്പോൾ ഇതുവരെ ചെയ്തിരിക്കുന്നത് ഏകദേശം 800ഓളം ബണ്ടിൽസ് ഓഫ് താളിയോലകളാണ്, മഠത്തിൻ്റെ മാത്രം താളിയോലകളാണ് നമ്മൾ ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് താളിയോലകൾക്കൊരു രണ്ടാം ജന്മം നൽകുന്നത് പോലെയുള്ള ഒരു പ്രവൃത്തിയാണ്. കാരണം ഈ കാലഘട്ടത്തിൽ താളിയോലകൾ പല വീടുകളിലും അമ്പലങ്ങളിലും അതുപോലെ തന്നെ ലൈബ്രറികളിലുമെല്ലാം ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്നുണ്ട്. പക്ഷെ അതിലെല്ലാം വളരെയധികം വിവരങ്ങളും കാര്യങ്ങളും നമുക്ക് ഈ ഒരു തലമുറയ്ക്ക് വേണ്ട പല കാര്യങ്ങളും അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഗുണകരമാവുന്ന രീതിയിൽ നമ്മളത് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു പ്രിസർവ് ചെയ്ത് നമ്മളൊരു സെൻറ്ററാക്കിയിട്ടാണ്, ഒരു മാനുസ്ക്രിപ്റ്റ് ഹബ്ബായിട്ട് ഇതിനെ മാറ്റാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡിജിറ്റൽ ലൈബ്രറിയിലെ ഗ്രന്ഥങ്ങൾ ആർക്കു വേണമെങ്കിലും വായിക്കാം. അതിനായി ഇവരുടെ QR കോഡ് സ്കാൻ ചെയ്താൽ മാത്രം മതി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അപൂർവ താളിയോല ഗ്രന്ഥങ്ങൾ വരെയുണ്ട് ഇവിടെ. മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന താളിയോല ഗ്രന്ഥങ്ങളെ സംരക്ഷിക്കുന്ന ഇവരുടെ ഉദ്യമത്തെ അഭിനന്ദിക്കുക തന്നെ വേണം. ക്യാമറമാൻ അനന്തകൃഷ്ണനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TC വിനോസ്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. UDF നേതൃത്വത്തിൽ കടവല്ലൂർ പഞ്ചായത്ത് ഓഫീസ് മാർച്ചും വാഴവെച്ച് പ്രതീകാത്മക വിചാരണയും നടത്തി. തുടർച്ചയായി 25 വർഷം ഭരിച്ചിട്ടും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൽ CPM നേതൃത്വത്തിലുള്ള ഭരണസമിതി പരാജയമാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. പ്രതിഷേധ യോഗം മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ ഫൈസൽ കാഞ്ഞിരപ്പള്ളി അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ KC മൊയ്തൂട്ടി, K ജയശങ്കർ, MK രാജേഷ്, ഹൈദരാലി തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പിലാവ് സെന്ററിൽ നിന്ന് ആരംഭിച്ച പഞ്ചായത്ത് ഓഫീസ് മാർച്ച് KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വാഹനജാഥയ്ക്ക് കൊടകര, വെള്ളിക്കുളങ്ങര എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. വിലക്കയറ്റം തടയുക, അനധികൃത കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത്. ജാഥ ക്യാപ്റ്റനും അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റുമായ PM ഷമീർ, ജില്ലാ സെക്രട്ടറി ബാലൻ കല്യാണി, മേഖലാ പ്രസിഡന്റ് രാജേഷ് രാജൻ, മേഖലാ സെക്രട്ടറി സിൻഡോ ജോർജ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജിജൻ മത്തായി തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചവാദ്യ കുലപതി പത്മഭൂഷൺ കുഴൂർ നാരായണമാരാരുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ശതനാരായണം പുരസ്കാരം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർക്ക് നൽകുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. 1 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ആഗസ്റ്റ് 9 കൊരട്ടിയിൽ സംഘടിപ്പിക്കുന്ന കുഴൂർ നാരായണൻ മാരാർ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ പുരസ്കാര സമർപ്പണം നടത്തും. സംഘാടക സമിതി ചെയർമാൻ PG സത്യപാലൻ, ജനറൽ കൺവീനർ മധു വാരണാട്ട്, കണ്ണൻ മാധവൻ, ശ്രീജിത്ത് പെരുമ്പിള്ളി, ശ്രീരാജ് വാരണാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ മേത്തല വില്ലേജ് ഓഫീസിൽ ഭൂനികുതി അടയ്ക്കുന്നതിന് ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്താതെ റവന്യൂ വകുപ്പിന്റെ കെടുകാര്യസ്ഥയ്ക്കെതിരെ BJP കീഴ്ത്തളി ഏരിയ കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. മേത്തല മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന ധർണ BJP സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കീഴ്ത്തളി ഏരിയ പ്രസിഡന്റ് അജിത് ബാബു അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ്, കീഴ്ത്തളി ഇൻചാർജർമാരായ KS ശിവറാം, പ്രജീഷ് ചള്ളിയിൽ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, KA സുനിൽകുമാർ, ലിബിൻ രാജ്, KR രാജേഷ് എന്നിവർ സംസാരിച്ചു. സേവനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ജനങ്ങൾ ആദ്യം ബന്ധപ്പെടേണ്ടത് നമ്മുടെ വില്ലേജ് ഓഫീസിനെയാണ്. അതിന് കാരണം നമ്മുടെ
കുഴൂർ പഞ്ചായത്ത് തനത് ഫണ്ട് ചെലവഴിച്ചു തുടങ്ങിയ KSRTCയുടെ ഗ്രാമവണ്ടി സർവീസ് ആരംഭിച്ചു. ഐരാണിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ബെന്നി ബെഹനാൻ MP-യും VR സുനിൽകുമാർ MLA-യും ചേർന്ന് ഗ്രാമവണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ അധ്യക്ഷനായി. കുഴൂർ പഞ്ചായത്തിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനാണ് ഗ്രാമവണ്ടി ആരംഭിച്ചത്. VR സുനിൽകുമാർ MLA-യും കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയനും തമ്മിലുള്ള ചർച്ചയിലാണ് ഗ്രാമവണ്ടി എന്ന ആശയത്തിൽ എത്തിയത്. ഗ്രാമവണ്ടി സർവീസ് KSRTCയുമായി 3 വർഷത്തെ കരാറാണ് കുഴൂർ പഞ്ചായത്ത് ഒപ്പിട്ടത്. 1 വർഷം സർവീസ് നടത്തുന്നതിന് 16 ലക്ഷത്തിലധികം രൂപയാണ് കുഴൂർ പഞ്ചായത്ത് KSRTCക്ക് നൽകുക. തൃശൂർ പഴയ നടക്കാവ് നടുവിൽ മഠം ഇളമുറ സ്വാമിയാരായി ബ്രഹ്മശ്രീ മാടശ്ശേരി നീലകണ്ഠൻ നമ്പൂതിരിയെ മൂപ്പിൽ സ്വാമിയാർ അവരോധിക്കുമെന്ന് മഠം ഭാരവാഹികൾ അറിയിച്ചു. നടുവിൽ മഠത്തിൽ ഈ മാസം 6-ന് രാവിലെ മുതൽ പിറ്റേന്ന് പുലരും വരെ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കും. മൂപ്പിൽ സ്വാമിയാരുടെ അനുഗ്രാശിസുകളോടെ പുഷ്പാഞ്ജലി ചെയ്ത് ഭിക്ഷ സ്വീകരിക്കുന്നതോടെ ചടങ്ങുകൾ പൂർത്തിയാകും. നടുവിൽ സ്വാമിയാർ മഠം മാനേജർ എടമന വാസുദേവൻ നമ്പൂതിരി, മറ്റു ഭാരവാഹികളായ വടക്കുംപാട് നാരായണൻ, അഡ്വക്കേറ്റ് P പരമേശ്വരൻ, പഴങ്ങാമ്പറമ്പ് ഹരിനാരായണൻ, മോഹൻ വെങ്കിടകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സന്നിഹിതരായി. ജില്ലയിലെ കോൾ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ സർക്കാർ ചർച്ചയിലൂടെ പരിഹരിച്ചില്ലെങ്കിൽ ഈ വർഷം കൃഷി ഇറക്കില്ലെന്ന് മുന്നറിയിപ്പുമായി ജില്ലാ കോൾ കർഷക സംഘം രംഗത്ത്. നെല്ലിന്റെ സംരക്ഷണ വില കിലോയ്ക്ക് 35 രൂപയാക്കുക, സംസ്ഥാന സർക്കാർ വെട്ടിക്കുറിച്ച ഇൻസെന്റീവ് പുനഃസ്ഥാപിക്കുക, വിള ഇൻഷുറൻസ് ക്ലെയിം 2 വർഷത്തെ കുടിശ്ശിക സഹിതം നൽകുക തുടങ്ങിയ ജില്ലാ കോൾ കർഷക സംഘം സർക്കാരിനോട് ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് ചർച്ചയിലൂടെ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ജില്ലയിലെ കോൾ കർഷകർ ഈ വർഷം കൃഷി ചെയ്യില്ലെന്ന് കോൾ കർഷക സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെ സംരക്ഷണ വിലയോടൊപ്പം വെട്ടിക്കുറിച്ച സംസ്ഥാന സർക്കാരിന്റെ ഇൻസെന്റീവ് 414 കോടി രൂപയോളം കർഷകർക്ക് ലഭിക്കാനുണ്ടെന്ന് കർഷക സംഘം ഭാരവാഹികൾ പറഞ്ഞു. ഈ മാസം 7-ന് കളക്ടറേറ്റിൽ മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജില്ലാ കോൾ കർഷക സംഘം പ്രസിഡന്റ് മുരളി പെരുന്നല്ലി MLA, ജനറൽ സെക്രട്ടറി KK കൊച്ചുമുഹമ്മദ്, NS അയൂബ്, KK രാജേന്ദ്ര ബാബു, PR വർഗീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കോടാലി ഗവൺമെന്റ് LP സ്കൂളിൽ അധ്യയന വർഷത്തെ SSLC ജേതാക്കൾക്കുള്ള അനുമോദനവും അർഹരായ കുട്ടികൾക്കുള്ള പഠനോപകരണ കിറ്റ് വിതരണവും നടന്നു. ചൈൽഡ് കെയർ ആൻഡ് ഇസ്ലാമിക് അഫയേഴ്സ് എന്ന സംഘടനയാണ് വിദ്യാലയത്തിലെ 100 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ കിറ്റുകൾ നൽകിയത്. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈത്താരത്ത്, വാർഡംഗം KS സൂരജ്, പ്രധാനാധ്യാപിക ഷീല, PTA പ്രസിഡന്റ് ഷാജു കുഴുവേലി, PTA പ്രസിഡന്റ് കാവ്യ സീനിയർ, അധ്യാപിക KP രജനി എന്നിവർ സംസാരിച്ചു. ജേതാക്കളായ കുട്ടികൾക്കുള്ള ഇപ്പോൾ കിട്ടിയ വാർത്ത. അളഗപ്പനഗർ യൂണിയൻ സ്റ്റോപ്പിന് സമീപം കെട്ടിടം തകർന്നു വീണു. കടമുറികൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് ഭാഗികമായി തകർന്നത്. രഞ്ജിത്ത് ഫാസ്റ്റ് ഫുഡ്, ചിയേഴ്സ് ചിക്കൻ സെന്റർ എന്നീ കടകളുടെ ചുമരുകൾ ഇടിഞ്ഞു വീണു. ചുമർ വീണതോടെ ചിക്കൻ സെന്ററിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച കോഴികൾ ചത്തു. കൂടുതൽ വിവരങ്ങളുമായി സരീഷ് ചേരുന്നു. സരീഷ്, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? പ്രിയങ്ക, ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായിട്ടാണ് ഈ കെട്ടിടത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ തകർന്നു വീണത്. ഏകദേശം ഒരു 50 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു കെട്ടിടമാണിത്. ഇരുനില കെട്ടിടമാണ് ഇത്. അളഗപ്പനഗർ യൂണിയൻ സ്റ്റോപ്പിലാണ് ഈ കെട്ടിടം. ഏകദേശം 20ഓളം മുറികളും ഈ കെട്ടിടത്തിലുണ്ട്. ഇത് 2 മുറികളുടെ പുറകുവശമാണ് ഭാഗികമായി തകർന്നത്. ഇതിന്റെ പല മുറികളിലും ഇതുപോലെ തന്നെ ഈ തകർച്ചയോടെ ഒപ്പം തന്നെ വിള്ളലുകൾ, ചുമരുകൾക്ക് വിള്ളലുകൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഏത് നേരത്തെ അപകടാവസ്ഥയിലായ ഒരു കെട്ടിടമാണിത്. ഇത് കാലപ്പഴക്കമാണ് ഈ അപകടത്തിന് കാരണമായിട്ട് പറയുന്നത്. ഇന്നിപ്പോ ആമ്പലൂർ വില്ലേജ് അധികൃതരെല്ലാം ഇപ്പോ സ്ഥലം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, അവരൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ 20ഓളം കടമുറികളുള്ള ഇതിന്റെ കെട്ടിടം, ഈ കെട്ടിടത്തിന്റെ അപകടാവസ്ഥ നേരത്തെയും ഈ കടകൾ നടത്തുന്ന പലരും നാട്ടുകാരും ഉൾപ്പെടെ പരാതിയുമായിട്ട് പോയിരുന്നുവെങ്കിലും യാതൊരു നടപടിയും അവിടെ ഉണ്ടായില്ല. അതിനുശേഷം പല കടമുറികൾ വർഷങ്ങൾക്ക് മുൻപ് എടുത്ത കടമുറികൾ നിസ്സാരമായി എടുത്തിരുന്ന ആളുകൾ
യുമായി ബന്ധപ്പെട്ട് കേസുകൾ നടക്കുന്നുണ്ട്. അത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ ഇത്തരത്തിലുള്ള ഒരു കെട്ടിടത്തിന് വഴിയോരക്കാണ് ഈ കെട്ടിടം. രാത്രിയിലും പുലർച്ചെയുമായി അപകടം നടന്നത് കാരണം മറ്റ് വാഹനങ്ങളോ റോഡ് സൈഡിലേക്ക് വാഹനങ്ങളോ അതുപോലെ കടമുറികളിൽ ആളില്ലാത്തതും വലിയൊരു അപകടം തന്നെ ഒഴിവായിരിക്കുകയാണ്. ഇത്തരത്തിൽ ഈ കെട്ടിടത്തിന് പ്രവർത്തനാനുമതി വിധിച്ചിരിക്കുന്ന ഒരു കെട്ടിടത്തിന് ഇനിയുള്ള കടമുറികളിലൊക്കെ ഒരു പ്രവർത്തനാനുമതി അധികൃതർ നൽകുമോ എന്ന് നമുക്ക് കണ്ടറിയണം. കാരണം ഇത്രയും ജീർണാവസ്ഥയിലായ ഒരു കെട്ടിടത്തിന് ഒരിക്കലും അതിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അധികൃതർ കൊടുക്കാൻ സാധ്യത വളരെ കുറവാണ്. എന്തോരം പറഞ്ഞാലും ഓട്ട വീണ് വെള്ളം വീഴുന്നു പറഞ്ഞാൽ അത് ചെയ്യണം, അവന് പറയണോ. അത് ഒരിക്കലും അവരെ റിപ്പയർ ചെയ്യാന്ന് പറഞ്ഞ് ചെയ്യില്ല. ഞങ്ങളും പറഞ്ഞ് തോറ്റുണ്ട്. ഒരു രാത്രി വന്നപ്പോ ഓട്ട വീണ് വെള്ളം വീണ് തവറ് പൊടിയായിട്ട് വന്നപ്പോ ഇടിഞ്ഞിട്ടുണ്ട്. രാത്രി നമ്മള് അളഗപ്പ നഗർ യൂണിയൻ സ്റ്റോപ്പിന് സമീപം കെട്ടിടം തകർന്നു വീണു. കടമുറികൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് ഭാഗികമായി തകർന്നത്. ചുമർ വീണതോടെ ചിക്കൻ സെന്ററിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച കോഴികളും മറ്റും ചത്തിട്ടുണ്ട്. തുടങ്ങിയ വിവരങ്ങളാണ് സരീഷ് നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. മറ്റത്തൂർ സർക്കാർ LP സ്കൂളിലെ വായനാ പക്ഷാചരണ സമാപനം എഴുത്തുകാരൻ പ്രകാശനം ഇഞ്ചക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ സ്വന്തം രചനകൾ ഉൾപ്പെടുത്തിയ കുഞ്ഞു വസന്തം, അമ്മമാരുടെ വായനക്കുറിപ്പുകൾ സമാഹരിച്ച അക്ഷരാമൃതം എന്നീ പുസ്തകങ്ങൾ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. PTA പ്രസിഡന്റ് VR വിമൽ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക TM ശകുന്തള, MPTA വൈസ് പ്രസിഡന്റ് വിജയലക്ഷ്മി, സീനിയർ അസിസ്റ്റന്റ് പ്രീതി ജേക്കബ് എന്നിവർ സംസാരിച്ചു. പേരാമ്പ്ര ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഈ മാസം 5-ന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഡിസ്ട്രിക്ട് വൈസ് ഗവർണർ സുരേഷ് K. വാര്യർ, ജിയോപോൾ, ജോസ് മുത്തേടത്തൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് ജോയ്സൺ കീരിയത്ത്, സെക്രട്ടറി ജോണി മഞ്ഞാങ്ങ, KO വർഗീസ്, ഷിബു ജോൺ എന്നിവർ പങ്കെടുത്തു. തെക്കുംകര പഞ്ചായത്തിൽ ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV സുനിൽകുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി, ബ്ലോക്ക് വികസന കാര്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MJ ശ്രീജ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ PR രാധാകൃഷ്ണൻ, സബിത സതീഷ്, VC സജീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം BCGHSലെ ആഭിമുഖ്യത്തിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബ് നടത്തി. PTA പ്രസിഡന്റ് പ്രസാദ് P. പുലിങ്കോടൻ ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ സ്റ്റാർലീസ് അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ വിമല, സിസ്റ്റർ നോയൽ, KV ബേസിൽ, NJ ജിത്തു എന്നിവർ സംസാരിച്ചു. കൊടകര പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് തന്ത്രിമാരായ അഴകത്ത് ത്രിവിക്രമൻ നമ്പൂതിരി, ഹരീഷ് നമ്പൂതിരി, മേൽശാന്തി ഹരികൃഷ്ണൻ എംബ്രാന്തിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. മേളത്തിന് കൊടകര ഉണ്ണിയും പഞ്ചവാദ്യത്തിന് കല്ലുവഴി ബാബുവും നേതൃത്വം നൽകി. പാറമേക്കാവ് കാശിനാഥൻ ഭഗവതിയുടെ തിടമ്പേറ്റി. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിലെ പൊതുവിജ്ഞാന ക്ലബിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ അറിവോർമ്മകൾ പുസ്തകം പ്രകാശനം ചെയ്തു. ആനുകാലിക സംഭവങ്ങളെ ഉൾപ്പെടുത്തി കുട്ടികൾ തയ്യാറാക്കിയ 1000-ഓളം പൊതുവിജ്ഞാന ചോദ്യങ്ങളുടെ ശേഖരമാണ് ഈ പുസ്തകം. K. പ്രസാദ് പ്രകാശനം നിർവഹിച്ചു. മാതൃസംഘം പ്രസിഡന്റ് CB സുരേഷ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ജിഷ മാത്യു, SMC ചെയർമാൻ NC സജീവൻ, സ്റ്റുഡന്റ് കൺവീനർ TS നിവേദ് എന്നിവർ സംസാരിച്ചു. KCYM പാലയൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പതാക ദിനം ആചരിച്ചു. പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ പതാക ഉയർത്തി. KCYM പാലയൂർ യൂണിറ്റ് പ്രസിഡന്റ് അതുൽ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഡിഗ്രി നവാഗത വിദ്യാർത്ഥികൾക്കായി വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് PV നിവാസ് വിജ്ഞാനോത്സവം ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പാൾ PS ബിജോയ് അധ്യക്ഷത വഹിച്ചു.
ഓണത്തിന് പൂക്കളം ഒരുക്കുവാൻ കണ്ടശാം കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു. സ്കൂളിലെ NSS യൂണിറ്റിന്റെ മേൽനോട്ടത്തിലാണ് കൃഷി നടക്കുന്നത്. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CA മുരളി അധ്യക്ഷനായി. പ്രിൻസിപ്പാൾ A അബീദ, പ്രോഗ്രാം ഓഫീസർ R രാജശ്രീ, വോളണ്ടിയർ ലീഡർമാരായ നികിത, V നെൽസൺ, മാധവ് കൃഷ്ണ എന്നിവർ സംസാരിച്ചു. ഓണത്തെ വരവേൽക്കാൻ വെങ്കിടങ്ങിൽ ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കമായി. വെങ്കിടങ്ങ് പഞ്ചായത്തിലെ 17-ാം വാർഡിലെ നിറവസന്തം കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കം കുറിച്ചത്. പഞ്ചായത്ത് അംഗം KV ഓമന പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഷിജി ഉണ്ണികൃഷ്ണൻ, CA രമേശൻ, മണി അന്തിക്കാട്ട്, ബിൻഷ, അമിത നസീർ, ഗീതാ രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി വിദ്യാഭ്യാസ ഉപജില്ലയിൽ നിന്നും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന പ്രതിഭാ സംഗമം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ SSLC, +2, VHSS-E പരീക്ഷകളിൽ ഫുൾ A+ നേടിയ 260 വിദ്യാർത്ഥികളെയാണ് പ്രതിഭാ സംഗമത്തിൽ ആദരിക്കുക. 100% വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങൾക്കും ഉപഹാരങ്ങൾ നൽകും. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ബെന്നി ആന്റണി, അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി, PTA പ്രസിഡന്റ് NR അജിത് പ്രസാദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി ഗുരുവായൂർ ലയൺസ് ക്ലബ്ബ് തിരുവെങ്കിടം ALP സ്കൂളിൽ വൃക്ഷത്തൈ നട്ടു. പ്രധാനാധ്യാപിക ബെനി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് സന്തോഷ് ജാക്ക് അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് ഭാരവാഹികളായ OD സൈമൺ, KB ഷൈജു, ശിവദാസൻ മുല്ലപ്പള്ളി, CD ജോൺസൺ, പോളി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. CPM നേതാക്കളായിരുന്ന ഡോക്ടർ PSN നമ്പൂതിരി, KA കാർത്തികേയൻ എന്നിവരുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ചാഴൂരിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം CPM ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം KS മോഹൻദാസ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി AS ദിനകരൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KK അനിൽ, VR ബിജു, ലോക്കൽ സെക്രട്ടറി K ഗോപി, രജനി തിലകൻ എന്നിവർ സംസാരിച്ചു. KPCC വിചാർ വിഭാഗ് താന്നിയം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ ഡോക്ടേഴ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി യുവ ഡോക്ടർ മറിയാമ്മ നീലങ്കാവിനെ വസതിയിലെത്തി അനുമോദിച്ചു. KPCC വിചാർ വിഭാഗ് താന്നിയം മണ്ഡലം കൺവീനർ വിനോഷ് വടക്കേടത്ത് അധ്യക്ഷത വഹിച്ചു. താന്നിയം പഞ്ചായത്ത് മെമ്പർ ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി വിൻസെന്റ് കുണ്ടുകുളങ്ങര, രേണുക റിജു, സലീഷ് കരിപ്പാറ തുടങ്ങിയവർ സംസാരിച്ചു. നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനുള്ള BJP 3-അംഗ സമിതി തൃശൂരിൽ കർഷകരുമായി സംവദിച്ചു. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ, കർഷക മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ഷാജി R നായർ എന്നിവരാണ് കർഷകരുടെ പ്രശ്നങ്ങളും അഭിപ്രായങ്ങളും കേൾക്കാനെത്തിയത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു 3-അംഗ സമിതിയുടെ സന്ദർശനം. മാളാകുണ്ടായിൽ വീടിന്റെ മതിലിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. അമ്പൂക്കൻ തോമസിന്റെ മതിലിലാണ് 8 അടി നീളമുള്ള പാമ്പിനെ കണ്ടത്. ഫോറസ്റ്റ് സ്നേക്ക് കാച്ചർ ബിബീഷ് അഷ്ടമിച്ചിറ പാമ്പിനെ പിടികൂടി. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ ഗുണ്ടാവേട്ട ശക്തമാക്കി പോലീസ്. രാത്രി പട്രോളിംഗ് സജീവം. ഗുണ്ടകൾ പോലീസിനെ ആക്രമിച്ചാൽ ശക്തമായി നേരിടാൻ തീരുമാനം. വടക്കാഞ്ചേരിയിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട വടിവാൾ വിനീത് പിടിയിൽ. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിലെ പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം. KSRTC ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽപ്പെട്ട ബസ്സിലെ യാത്രക്കാരോട് KSRTCയുടെ അവഗണന. പകരം ബസ്സിന് യാത്രക്കാർ കാത്തുനിന്നത് മണിക്കൂറുകൾ. മുരിങ്ങൂരിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാർ കുഴിയിലേക്ക് മറിഞ്ഞു. 2 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചാവക്കാട് തിരുവത്രയിൽ സ്വകാര്യ ബസ് കുഴിയിലേക്ക് ചരിഞ്ഞു. ആർക്കും പരിക്കില്ല. തൃശൂരിൽ നിന്ന് കുന്നംകുളത്തേക്കുള്ള വിവിധ പാതകൾ ഒരേ സമയം പൊളിച്ചിട്ടു. യാത്രാ ദുരിതം പേറി ജനം. ചാവക്കാട് BJP നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കവർച്ചാ കേസിൽ ആരോപണ വിധേയനായ CPM നേതാവിനെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.